നമസ്കാരം. ഇന്ത്യയുടെ തേജസ് വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കിയിരിക്കുകയാണ് വ്യോമസേന. ഇനി ഒരു നിർദ്ദേശം കിട്ടുന്നതുവരെ തേജസ് വിമാനങ്ങൾ പറത്തരുത് എന്നൊരു നിർദ്ദേശമാണ് വ്യോമസേന പൈലറ്റുമാർക്ക് വ്യോമസേനയുടെ ആസ്ഥാനത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ തദ്ദേശീയ വിമാനമായ തേജസിനെ നിലത്തിറക്കിയിരിക്കുകയാണ് വ്യോമസേന. സാങ്കേതിക പരിശോധനകളുടെ ഭാഗമായാണ് ഈ നീക്കം. ഏകദേശം 30 തേജസ് ലൈറ്റ് വിമാനങ്ങളെയാണ് നിലത്തിറക്കിയിട്ടുള്ളത്. സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളാണ് തേജസ് ലൈറ്റ്. ഫെബ്രുവരി 7-ാം തീയതിയാണ് തേജസ് വിമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മുൻനിര വ്യോമത്താവളത്തിൽ പരിശീലന പറക്കലിന് ശേഷം തിരിച്ചിറങ്ങുന്നതിനിടെ തേജസ് റൺവേയിൽ നിന്ന് തെന്നിമാറുകയാണ് ഉണ്ടായത്. ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന്റെ ഒരു പ്രധാന കാരണം. ഈ അപകടത്തെ തുടർന്നാണ് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പക്കലുള്ള ഏകദേശം 30 സിംഗിൾ സീറ്റ് തേജസ് വിമാനങ്ങൾ സാങ്കേതിക പരിശോധനയ്ക്കായി താത്കാലികമായി നിലത്തിലിറക്കിയത്. കാരണം ഇന്നലെയാണ് രാജ്യത്ത് നിന്നും, അതായത് മലപ്പുറത്ത് നിന്നും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും അടക്കം വിപുലമായ ഒരു പരിശോധനയിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശി തീവ്രവാദികളെ അടക്കം ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടത്താനായിട്ട് പദ്ധതിയിട്ടിരുന്ന തീവ്രവാദികളെ അടക്കം ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ പിടികൂടിയത്. ഇവർക്കെല്ലാം പാകിസ്ഥാന്റെ പിന്തുണകളുണ്ടായിരുന്നു. ഇവർക്ക് നിർദ്ദേശങ്ങളെല്ലാം തന്നെ കിട്ടുന്നത് പാകിസ്ഥാനിൽ നിന്നടക്കമാണ്. അപ്പോൾ ഈ തേജസ് യുദ്ധവിമാനത്തിൽ അതായത് ഇന്ത്യൻ വ്യോമസേനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാരന്മാർ ഉണ്ടോ, വ്യോമസേനയെ തകർക്കാനായിട്ട് ഏതെങ്കിലും ഒരു നീക്കം നടക്കുന്നുണ്ടോ? ഈ ഇന്ത്യയുടെ അഭിമാനമായ ഒരു യുദ്ധവിമാനമാണ് തേജസ്. ഇതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്നടക്കം ഉള്ള ഒരു പരിശോധനയാണ് വ്യോമസേന ഇപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് തേജസ് വിമാനങ്ങളെല്ലാം തന്നെ നിലത്തിറക്കി ഒരു വിശദമായ ഒരു സാങ്കേതികമായ ഒരു പരിശോധന നടത്താനായിട്ട് വ്യോമസേന ഇപ്പോൾ തയ്യാറാകുന്നത്. ആ പരിശോധനയിൽ തേജസ് യുദ്ധവിമാനത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സാങ്കേതികപരമായി ഏതെങ്കിലും ശത്രുരാജ്യത്തിൽ നിന്നുള്ളവർ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മനഃപൂർവ്വം കൊണ്ട് ഒരു സാങ്കേതിക പിഴവ് വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അടക്കം ആണ് അവരുടെ പരിശോധനയുടെ മുഖ്യ ലക്ഷ്യം. ആ പരിശോധനയെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രം ഇനി തേജസ് യുദ്ധവിമാനം പറത്തിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് വ്യോമസേന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ ഒരു അപകടമാണ് തേജസ് യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. 2024 മാർച്ചിൽ ജെയ്സാൽമറിനടുത്തായിരുന്നു അന്ന് വിമാനം തകർന്നു വീണത്. പിന്നാലെ 2025 നവംബറിൽ ദുബായിൽ എയർ ഷോയിൽ നടന്ന വ്യോമ പ്രദർശനത്തിനിടെയും ഒരു തേജസ് ജെറ്റ് തകർന്നു വീണിരുന്നു. അതിൽ പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു. തേജസ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും വ്യോമസേനയ്ക്ക് നൽകേണ്ട തേജസ് മാർക്ക് 1A പതിപ്പിന്റെ വിതരണം വൈകുന്നതിനിടെയാണ് ഈ പുതിയൊരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എഞ്ചിനുകൾ നൽകുന്നതിൽ അമേരിക്കൻ കമ്പനിയായ GE എയ്റോസ്പേസ് വരുത്തിയ കാലതാമസമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. 2015 തേജസ് ലൈറ്റ് സേനയുടെ ഭാഗമായത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 2021 ഫെബ്രുവരിയിലാണ് തേജസ് MKA-യുടെ 83 വിമാനങ്ങൾ നൽകാൻ 48,000 കോടി രൂപയ്ക്ക് ധാരണയായത്. ഇതിലുണ്ടാവുന്ന കാലതാമസമാണ് തേജസ് ലൈറ്റ് വിമാനങ്ങളെ മുഴുവൻ നിലത്തിറക്കി ഒരു സുരക്ഷാ പരിശോധന നടത്താൻ കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 97 വിമാനങ്ങൾക്കായി 62,370 കോടി രൂപയുടെ മറ്റൊരു കരാറും പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ടിരുന്നു. 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ നടന്ന അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം തകർന്നു വീഴുകയും പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇത് തേജസ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനും അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം വലിയ കനത്ത തിരിച്ചടിയായി മാറുകയാണ്. ഈ തേജസ് വിമാനം ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ജാമറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയറുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹാക്കിങ്ങോ വലിയ മാറ്റങ്ങളോ നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ അല്ലെങ്കിൽ ഈ വിമാനങ്ങൾ ആരെങ്കിലും കടന്നു കയറിക്കൊണ്ട് ഏതെങ്കിലും ചാരന്മാർ കടന്നു കയറിക്കൊണ്ട് വിമാനത്തിൻ്റെ ബ്രേക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു പരിശോധന, അതായത് സമഗ്രമായ ഒരു പരിശോധനയ്ക്കാണ് ഇപ്പോൾ വ്യോമസേന തയ്യാറാക്കുന്നത്. കാരണം രാജ്യം ഇപ്പോൾ അതീവ ജാഗ്രതയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തിനിടെയാണ് തേജസ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി നിലത്തിറക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിയത്.